ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചീര മുട്ടത്തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉപ്പൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു ചെറിയ ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 4 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ചീരയിൽ ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട, ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ചെറുതാക്കി അരിയാത്തത്. നമ്മൾ ചീര വെക്കുമ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇതൊരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 മുട്ട അതിനാവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്ക് നടുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഇളക്കി കൊടുക്കാം. മുട്ട ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരയിലേക്ക് ഈ മുട്ട മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മൾ മുട്ടയും ചീരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുട്ട ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.